കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം പ്രതിസന്ധിയിൽ 9 മാസമായുള്ള കുടിശ്ശിക നൽകാത്തതിനാൽ വിതരണം അവസാനിപ്പിക്കുകയാണെന്ന് മരുന്ന് മൊത്ത വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. കുടിശ്ശിക പൂർണ്ണമായി തീർത്തില്ലെങ്കിൽ ജനുവരി 10 മുതൽ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്താനാണ് തീരുമാനം. ഒമ്പത് മാസത്തെ മരുന്ന് കുടിശ്ശികയായ 80 കോടി രൂപയാണ് മെഡിക്കൽ കോളേജ് മൊത്ത വിതരണക്കാർക്ക് നൽകാനുള്ളത്. ആശുപത്രി വികസന സമിതിക്ക് കീഴിലുള്ള ന്യായവില മരുന്ന് ഷോപ്പിലേക്ക് മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്ത ഇനത്തിലാണ് കുടിശ്ശിക. കുടിശ്ശിക പൂർണ്ണമായും തീർത്തില്ലെങ്കിൽ മരുന്ന് വിതരണം നിർത്തുമെന്ന് കാണിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കും ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും മൊത്ത വിതരണക്കാർ കത്തു നൽകി. ഈ മാസം 10 മുതൽ വിതരണം നിർത്താനാണ് തീരുമാനം. മരുന്ന് വിതരണം ചെയ്ത് 90 ദിവസത്തിനുള്ളിലെങ്കിലും ബിൽ തുക ലഭ്യമാക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. കഴിഞ്ഞ വർഷം മരുന്ന് വിതരണം നിലച്ചതിനു പിന്നാലെ മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമായിരുന്നു. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ചെറിയ തുകയ്ക്ക് കിട്ടേണ്ട ക്യാൻസർ മരുന്നുകളടക്കം വലിയ തുകയ്ക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയിലാകും സാധാരണക്കാരായ രോഗികൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.